പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന ദിവസം റോമ 8:28 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. യേശു പ്രിയ സഹോദരരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നൊരു ദൈവത്തെ. തിരുവചനം നമ്മോട് പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അതേ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതം ആരായുമ്പോൾ, അവിടുന്ന് പറയുന്നു അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് അവിടുത്തെ പദ്ധതി പ്രകാരമാണ്. ആ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് സകല നന്മയും നൽകി അനുഗ്രഹിക്കുമെന്ന് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ നന്മകളും സകലവും ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. നമ്മെ ദിനം പ്രതി കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം. ആ ദൈവം സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നു എന്ന് ഈ തിരുവചനത്തിലൂടെ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും വേദനിച്ച് ജീവിക്കുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കടന്നു പോകുന്ന അവസ്ഥകളുണ്ടാകാം. ജീവിതത്തിൽ എല്ലാം മാറ്റിമറിക്കുവാൻ, ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറ്റിമറിക്കുവാൻ കഴിവുള്ള തമ്പുരാൻ്റെ കൂടെയാണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. ആ ഈശോയുടെ ഹിതമാണ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കുന്നത്. ആ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, ആ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം മാറ്റിമറിക്കുവാൻ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സകല നന്മകളും നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഈ തിരുവചനത്തിലൂടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ആ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ.